നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒറ്റപ്പാലത്ത് വെർച്വൽ അറസ്റ്റിൽ 40 ലക്ഷം നഷ്ടമായതിനെക്കുറിച്ച്. അപ്പം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യേണ്ടെന്നാണ് ആദ്യം കരുതിയിരുന്നത്. കാരണം എല്ലാവർക്കും ഈ വെർച്വൽ അറസ്റ്റിനെ കുറിച്ച് അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം ഇത് കുറച്ച് നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൂടാതെ പോലീസൊക്കെ ഇതിനെക്കുറിച്ച് എന്താ പറയുക, ആളുകൾക്ക് അറിവ് നൽകുന്നതിനായുള്ള വീഡിയോസും മറ്റും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടാതെ തൃശ്ശൂർ CI ഓഫീസിൽ നിന്നും യൂട്യൂബേഴ്സിനെ വെച്ചിട്ടൊക്കെ ഇതുപോലുള്ള വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് പൊതുജനങ്ങൾക്ക് ഇതേക്കുറിച്ചൊക്കെ എല്ലാം നല്ല അറിവുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലത്തെ വാർത്ത കണ്ടപ്പോഴാണ് കൂടുതൽ മനസ്സിലായത് നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾക്ക് വരെ ഇതിനെക്കുറിച്ച് അറിവില്ല എന്നും അവരും ഇതിൽ പെട്ടുപോയി കുറേ രൂപ അവരെ നഷ്ടമായി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള ഉദ്ദേശിച്ചത്. എന്താണ് ഈ വെർച്വൽ അറസ്റ്റ്? അതൊരു പുതിയ ഓൺലൈൻ തട്ടിപ്പ് രീതിയാണ്. അതായത് പല രീതിയിലുള്ള തട്ടിപ്പുകളും നടത്തി അതിൽ നിന്ന് പിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് വിജയിക്കുന്നില്ല, പൊതുജനങ്ങൾക്ക് അതേക്കുറിച്ച് അറിവുണ്ടാവണമെന്ന് കാണുമ്പോൾ ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ കൊണ്ടുവരുന്ന പുതിയൊരു രീതിയാണ് ഈ വെർച്വൽ അറസ്റ്റ്. അവരിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന പുതിയൊരു രീതിയാണ് വെർച്വൽ അറസ്റ്റ്. എന്താണ് ഈ വെർച്വൽ അറസ്റ്റ്? ഒരു ദിവസം സാധാരണ ആളുകൾക്ക്, അതായത് ബിസിനസ്സുകാരോ ജോലിക്കാരോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ അങ്ങനെയുള്ള പലവർക്കും അതിൽ ഒരു കോള് വരുന്നു. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഫേമസ് ആയ അല്ലെങ്കിൽ പോപ്പുലറായ കൊറിയർ സർവീസുകളിലോ പാഴ്സൽ സർവീസുകളിലോ നിങ്ങളുടെ പേരിൽ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്നും അതിൽ നിങ്ങൾക്ക് നിരോധിക്കപ്പെട്ട എന്തെങ്കിലും ലഹരി വസ്തുക്കളോ അതല്ലെങ്കിൽ വ്യാജരേഖകളോ ആണ് അതിലുള്ളതെന്നും അത് നിങ്ങളെ സംശയമുണ്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക്, അതായത് ഓഫീസേഴ്സിന്, പോലീസിനോ എക്സൈസിനോ കസ്റ്റംസിനോ ഒക്കെ ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് ആദ്യത്തെ കോള്. അപ്പോൾ ആദ്യത്തെ ഈ കോള് വരുമ്പോൾ തന്നെ അതിൽ ഭീഷണിയിൽ പെട്ടുപോയ ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഭയപ്പെടും. അവർ വിചാരിക്കും എന്നെ കൊടുക്കാനായിട്ട് എൻ്റെ പരിചയക്കാരോ അല്ലെങ്കിൽ ശത്രുക്കളോ ആരെങ്കിലും എനിക്കെതിരെ ചെയ്തതായിരിക്കാം ഈ കൊറിയർ സർവീസ് എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ അതിൽ ഭയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഇവരുടെ അടുത്ത സ്റ്റേജിലേക്ക് കടന്നു. ഈ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങളുടെ അടുത്തുള്ള കസ്റ്റംസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ അവരുടെ ആരെങ്കിലും ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ കൂടെ ഉണ്ട്, അവരുടെ കയ്യിൽ ഫോൺ കൈമാറാ എന്ന് പറയും. ഇതെല്ലാം വീഡിയോ കോളിലൂടെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കോളിലൂടെ ഫോൺ കൈമാറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഫുൾ യൂണിഫോമിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആയിരിക്കും. ആ ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ നമ്മളോട് പറയുകയും നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണ്, നിങ്ങൾ ഇവിടെ നിന്നും മാറരുത്, അല്ലെങ്കിൽ ആരെയും വിവരം അറിയിക്കുകയോ ഫോൺ കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്, നിങ്ങളുടെ ആധാർ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം തരൂ, ബാങ്ക് ഡീറ്റെയിൽസ് തരൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇത്രയും പ്രശ്നങ്ങൾ വലിയ ഇഷ്യൂ ഉണ്ടാവും, നിങ്ങൾ പുറത്തു പോയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്തേക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുറത്തു പോകരുത്, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് വഴി ഞങ്ങൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുമെന്നോ അതല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം വാങ്ങി അവർ പണം ട്രാൻസ്ഫർ ചെയ്ത് എടുക്കുകയും ചെയ്യും. അങ്ങനെ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. ഈ തട്ടിപ്പുകളിൽ പെട്ടുപോകുന്ന ആളുകൾ അപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് അത് ചെയ്തു പോകും. പിന്നീടാണ് അവരുടെ ശരിയായ ബുദ്ധിയിൽ പ്രവർത്തിക്കും, അയ്യോ ഇങ്ങനെയൊക്കെ നടക്കുമോ, തെറ്റല്ലേ ഇത് എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോഴാണ് താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുക. അവർ വേഗം ഈ നമ്പറിലേക്ക് തിരിച്ച് കോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പിന്നെ കോൾ കിട്ടുകയേ ഇല്ല. ഈ രീതിയിലാണ് വെർച്വൽ അറസ്റ്റ് നടക്കുന്നത്. ഇത് വലിയ ആളുകൾ വരെ എന്താ പറയുക, ക്രിസ്തീയ സഭയിലെ വലിയൊരു ആളുകൾ വരെ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. അതേ രീതിയിൽ ഡോക്ടേഴ്സും വലിയ വ്യവസായികളും ഒക്കെയാണ് ഇതിൽ പെട്ടുപോയിരിക്കുന്നത്. അപ്പോൾ അറിവുള്ളവരെയും കൂടി പെടുത്തുന്നുണ്ട് ഈ രീതിയിൽ. അതായത് ആ ഒരു സാഹചര്യം മുതലെടുത്തിട്ടാണ് അവർ പെട്ടെന്ന് പണം ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത്. അല്പം താമസിച്ചു എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ശരിയായ ബുദ്ധി പ്രവർത്തിക്കും, നമ്മുടെ ആ ഭയം മാറി ശരിയായ ബുദ്ധി പ്രവർത്തിക്കും. അതിനുള്ള അവസരം നൽകാതെയാണ് അവർ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ വീണ്ടും 4 പേരെയും കൂടി കൊടുക്കാൻ ശ്രമിച്ചു ഒറ്റപ്പാലത്ത്. 3 പേരിൽ നിന്ന് 40 ലക്ഷം ിയതിന് പുറമെ 4 പേരെയും കൂടെ കൊടുക്കാൻ ശ്രമിക്കും. അവരെന്തോ ഉണർന്ന് പ്രവർത്തിച്ച് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയ സമയത്ത് പോലും കോൾ വരികയും ആ കോൾ അവിടുത്തെ CI എടുത്ത് സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് അവർ വേഗം കോൾ കട്ട് ചെയ്തു പോയി. ഇത് പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ വേഗം കോൾ കട്ട് ചെയ്തു പോയി.
ഇത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഇത് വലിയൊരു ശൃംഖലയാണ്. അപ്പം ഇവർ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും എല്ലാം സംസാരിക്കും. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക് സംശയം ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലായിരിക്കും അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും പെട്ടുപോകും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒരുപാട് പേർക്ക് ഇനിയും അറിവില്ലായ്കയുണ്ട്. ഇതേക്കുറിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഫോണുകളിലെല്ലാം വരുന്നുണ്ട്. അത് പലരും കാണാതെ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി പത്രങ്ങൾ വരുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ വാർത്തകൾ ശ്രദ്ധിക്കപ്പെടാതെ വായിക്കാതെയും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് സാഹചര്യം ഉണ്ടായത്. പിന്നെ തൃശ്ശൂർ CI ഓഫീസിൽ നിന്നൊക്കെ ഇതുപോലുള്ള വീഡിയോ കാര്യങ്ങൾ പറഞ്ഞ് യൂട്യൂബേഴ്സ് എല്ലാം വീഡിയോസൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. അപ്പം അവരതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഇത്തരത്തിൽ നമുക്ക് അബദ്ധം പറ്റി എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1 hour, ആ 1 hour എന്നുള്ളത് ഗോൾഡൻ അവർ എന്നാണ് അറിയപ്പെടുന്നത്. ആ 1 hourനുള്ളിൽ തന്നെ നമ്മൾ അത് പോലീസ് 1930 എന്നൊരു മാജിക് നമ്പർ എന്നാണ് അവർ പറയുന്നത്. ആ 1930 എന്ന സെൻട്രലിലാണ് ഈ നമ്പർ ഉള്ളത്. ഈ മാജിക് നമ്പറിലേക്ക് അല്ലെങ്കിൽ 1930 നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. 1930 എന്ന ആ നമ്പറിലേക്ക് നമ്മൾ ഈ വിവരം അറിയിക്കുകയാണെങ്കിൽ, നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോയത്, എത്ര രൂപ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയിക്കുകയാണെങ്കിൽ ആ എമൗണ്ട് അവിടെ ഫ്രീസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതായത് നമ്മളുടെ ഈ തട്ടിപ്പുകാർ എന്തായാലും ആ പൈസ പെട്ടെന്ന് തന്നെ അവർ അക്കൗണ്ടിൽ വെക്കില്ല. അവർ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കും. കാരണം ഇത് പിടിക്കപ്പെടും അല്ലെങ്കിൽ തിരിച്ച് വിളിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയ എമൗണ്ട് പെട്ടെന്ന് തന്നെ അവർ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റിയിടും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയ അക്കൗണ്ടിനെ ഫ്രീസ് ചെയ്യാനും ആ അക്കൗണ്ടിൽ നിന്ന് മറ്റേതൊക്കെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് മാറ്റിയിട്ടുണ്ടോ ആ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യാനുള്ള സാഹചര്യം പെട്ടെന്നുണ്ട്. അതായത് വിത്തിൻ 1 hour, ആ അവറിനുള്ളിൽ തന്നെ എല്ലാവരും പോലീസിൽ കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ 1930 കോൺടാക്ട് ചെയ്താൽ സാധിക്കും. അതിന് ശേഷം സാധിക്കില്ല എന്നല്ല, അതിനുശേഷവും നമുക്ക് ഇത് റിക്കവർ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. എങ്കിലും ഈ 1 hourനുള്ളിൽ ചെയ്യുന്നതിൻ്റെ അത്രയും ഈസി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ നടന്നു പോവില്ല. അത് പിന്നീട് ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കാം, ഫോർമാലിറ്റീസ് ഒരുപാടുണ്ടാവാം, അത് അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. തൃശ്ശൂർ ജില്ലയിലേക്ക് കോടിയോളം രൂപകൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള അവിടുത്തെ CI സാർ പറയുന്നത് കേട്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലും അത് വ്യാപിച്ചു വരുന്നുണ്ട്. ഈ ഒറ്റപ്പാലത്തെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. അത് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ രൂപ തട്ടിയിരിക്കുന്നതെന്നും കൂടെ ആലോചിക്കുമ്പോൾ എത്രത്തോളം നമ്മളുടെ സാഹചര്യങ്ങൾ മുതലെടുക്കുന്നു അല്ലെങ്കിൽ ആ അവസ്ഥ മുതലെടുക്കുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അതേസമയം ഇത്തരം ഒരു വെർച്വൽ അറസ്റ്റ് എന്ന ഒരു നിയമ സംവിധാനം തന്നെ നിലവിലില്ലെന്നും ഇങ്ങനെ എന്തെങ്കിലും കോളുകൾ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്ത ശേഷം ബന്ധപ്പെട്ട പോലീസിനെ അറിയിക്കണമെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ അറിവ് നൽകുന്ന വീഡിയോസ് പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽ വയ്ക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക. കാരണം പത്രത്തിലൂടെ എല്ലാവർക്കും അറിയണമെന്നില്ല, പത്രം എല്ലാവരുടെ വീട്ടിലും വരുത്തണം എന്നുമില്ല. അതുപോലെ ഇപ്പോൾ ന്യൂസ് ആണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബ് വഴിയോ, നമ്മളിപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം നമ്മൾ ഈ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ വഴി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഗുണമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക, കരുതലോടെ ഇരിക്കുക. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അതങ്ങനെ ഒരു അധ്വാനിക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പം മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.